അസാധാരണ രീതിയിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ മുഴുമിപ്പിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് എങ്കിൽ ഏത് VIP ആയാലും ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി അനുഭവിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനാവും. അതുകൊണ്ട് അധികം അഹങ്കാരമൊന്നും വേണ്ട. ആരോഗ്യമുള്ള കാലത്ത് നമുക്കൊരു തോന്നലുണ്ട്, ആരെയും ആശ്രയിക്കാതെ അവസാനം വരെ ജീവിക്കാനാവുമെന്ന്. പക്ഷെ നടക്കില്ല. ഒരു ആക്സിഡന്റ്, ഒരു രോഗം, ഇതൊക്കെ മതി ശാരീരിക പരിമിതിയുടെ ആഘാതം എന്താണെന്ന് തിരിച്ചറിയാൻ. പ്രായം കൂടിക്കൂടി വരുമ്പോൾ ഡിമെൻഷ്യയും ഡിലൂഷനും ഒക്കെ പിടികൂടിയാൽ മതി ബുദ്ധിവൈകല്യത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ. ജീവിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏത് വമ്പനായി കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു അസിസ്റ്റീവ് ഡിവൈസ് ഉപയോഗിക്കാതിരിക്കാൻ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കണ്ണടയായിട്ടോ വീൽ ചെയറായിട്ടോ കുത്തി നടക്കാനുള്ള വടിയായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതായത് ഒന്നിൻ്റെയും സഹായമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ ജീവിക്കാം എന്നുള്ള അഹങ്കാരമുണ്ടല്ലോ, അത് നടക്കില്ലെന്നർത്ഥം. ഈ സാൻ ഫ്രാൻസിസ്കോയിലെ മ്യൂർവുഡ്സ് എന്ന കാട്ടിൽ പ്രകൃതി മനുഷ്യനെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. അവിടെ മുഴുവൻ റെഡ്വുഡ് ഫോറസ്റ്റ് ആണ്. ഈ ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ മരങ്ങളാണത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മരങ്ങൾ. പക്ഷേ ആ മരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മരങ്ങൾക്ക് ആഴത്തിലുള്ള വേരുകൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരു മരം വളരുമ്പോൾ അതിൻ്റെ വേരുകളും അതിനനുപാതമായിട്ട് ഭൂമിയിലേക്ക് ആഴത്തിൽ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മരം കാറ്റിലും മഴയിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ റെഡ് ഫോറസ്റ്റിലെ മരങ്ങൾക്ക് ആഴത്തിലുള്ള വേരുകൾ ഇല്ലാതിരുന്നിട്ടും എത്രയോ നൂറ്റാണ്ടുകളായി ആ മരങ്ങൾ അവിടെ ഉണ്ടായിട്ടും എത്രയോ കൊടുങ്കാറ്റുകളും പേമാരികളും ഭൂകമ്പവും ഒക്കെ വന്നു പോയിട്ടും അവ ഒന്നും പറ്റാതെ അങ്ങനെ തന്നെ നിവർന്നു നിൽക്കുന്നു. എന്താ കാരണമെന്നറിയാമോ? ഓരോ മരത്തിൻ്റെയും വേരുകൾ താഴേക്കിറങ്ങുന്നതിന് പകരം മണ്ണിലൂടെ പടർന്ന് തൊട്ടടുത്ത മരത്തിൻ്റെ വേരുകളുമായി വല നെയ്യുന്നത് പോലെ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നു. ഒരിക്കലും പിരിയാത്ത രീതിയിൽ പരസ്പരമുള്ള ഒരു ഒത്തുചേരൽ, പരസ്പരമുള്ളൊരു സഹായിക്കൽ. അതുകൊണ്ട് ആ കാട്ടിലുള്ള എല്ലാ മരങ്ങളും നിലനിൽക്കുകയും പരസ്പരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, ഈ മരങ്ങളുടെ മനസ്സെങ്കിലും മനുഷ്യരായ നമുക്കുണ്ടാവണം എന്നതാണ്.